ഹലോ, ബേസിക് മാത്സിന്റെ അടുത്ത പാർട്ട് നോക്കാം. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ. ഫ്രാക്ഷന്റെ അഡീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 1/2 പ്ലസ് 1/3. നമുക്ക് ഫ്രാക്ഷനെ രണ്ട് രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് LCM മെത്തേഡ്, രണ്ടാമത്തേത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഫ്രാക്ഷനെ ആഡ് ചെയ്യാനും പറ്റും, സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. കുറച്ചും കൂടി എളുപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. രണ്ടും എളുപ്പമാണ്, എങ്കിലും ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം വരുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് അഡീഷൻ നോക്കാം. 1/2 പ്ലസ് 1/3. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഈ ക്രോസ് കിടക്കുന്ന ആൾക്കാർ നോക്കിയടാ, 1ഉം 3ഉം ഇവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3. എന്നിട്ട് സൈൻ നോക്കി, ഇവിടെ പ്ലസ് അല്ലേ, അപ്പൊ ഇവിടെ പ്ലസ് ഇടുക. അടുത്ത് നോക്കിയാൽ അടുത്തത് 2ഉം 1ഉം ക്രോസ് കിടക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ ഇവന്മാരെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 2 × 1 ഡിവൈഡഡ് ബൈ, ഈ താഴെ നമ്മള് ഇവിടെ താഴെ ആരൊക്കെയാണ്, 2ഉം 3ഉം ആണ്. അപ്പൊ ഈ നമ്പറിനെ പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 അത് ഇവിടെ എഴുതുക. ഇത്രയേ ഉള്ളു. ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഈക്വൽ ടു 1 × 3 3 പ്ലസ് 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 3 6 ഈക്വൽ ടു 3 + 2 5/6 എന്ന് വരും. ഓക്കെ അല്ലേ? അടുത്തത് 3/2 പ്ലസ് 1/5. എങ്ങനെ ചെയ്യും? 3ഉം 5ഉം എടുക്കും അല്ലെ. 3ഉം 5ഉം ഇവിടെ ക്രോസ് കിടക്കുന്ന ആൾക്കാരാണ്, അപ്പൊ അവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 പ്ലസ് ഇവിടെ 2ഉം 1ഉം അല്ലേ ക്രോസ് കിടക്കുന്ന, 2 × 1 ചെയ്യുക ഡിവൈഡഡ് ബൈ, താഴെ ആരാണ് എഴുതേണ്ടത്, ഇവിടെ ആര് വരും, ഇവിടെ 2 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 ഈക്വൽ ടു 3 × 5 15 പ്ലസ് 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 5 10 ഈക്വൽ ടു 15 പ്ലസ് 2 17/10. ഓക്കെ അല്ലേ? അടുത്തത് ഇവിടെ നോക്കിയേ, ഇവിടെ 3 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. 3 എണ്ണം നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് കോമൺ സെൻസ് മതി. എങ്ങനെ ചെയ്യൂടാ? ആദ്യം നമ്മൾ ഈ 2 ഫ്രാക്ഷനെ ആഡ് ചെയ്യുക. ഈ 2 ഫ്രാക്ഷനെ ആദ്യം ആഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടും. എന്നിട്ട് ആ ഫ്രാക്ഷൻ എന്താ, ഈ മൂന്നാമത്തെ ഫ്രാക്ഷനായിട്ട് ആഡ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ആദ്യം ഈ 1/2 പ്ലസ് 1/3 ചെയ്യാം. ആദ്യം 1/2 പ്ലസ് 1/3 ചെയ്യാം. അപ്പൊ എന്ത് വരുടാ, ഇതെങ്ങനെ ചെയ്യും? ക്രോസ് കിടക്കുന്ന ആൾക്കാരെ നോക്കുക, 1ഉം 3ഉം. അപ്പൊ 1 × 3 പ്ലസ് ഇവിടെ നോക്കിയേ 2ഉം 1ഉം അല്ലേ, അപ്പൊ ഇവിടെ 2 × 1 ഡിവൈഡഡ് ബൈ, താഴെ ആരൊക്കെയാണ്, 2ഉം 3ഉം. അപ്പൊ ഈ 2 × 3 ചെയ്യുക പ്ലസ് ഇവിടെ ഒരു 1/5 ഉണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനല്ലേ? ഈക്വൽ ടു 1 × 3 3 പ്ലസ് 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 3 6 പ്ലസ് 1/5. ഇതെന്ത് വരും? ഈക്വൽ ടു 3 + 2 5/6 എന്ന് വരത്തില്ലേ, 5/6 പ്ലസ് 1/5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടത്തില്ലടാ. ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുക. ക്രോസ് കിടക്കുന്ന ആൾക്കാർ നോക്കിയാൽ 5ഉം 5ഉം. അപ്പം 5 × 5 പ്ലസ് ഇവിടെ നോക്കിയാൽ 6ഉം 1ഉം അല്ലേ, അപ്പൊ 6 × 1 ഡിവൈഡഡ് ബൈ, താഴെ ആര് വരും, ഇവിടെ 6ഉം 5ഉം ആണ്. അപ്പൊ നമ്മളിവിടെ 6 × 5 എഴുതുക. ഈക്വൽ ടു 5 × 5 25 പ്ലസ് 6 × 1 6 ഡിവൈഡഡ് ബൈ 6 × 5 30 ഈക്വൽ ടു എന്ത് കിട്ടും,
25 plus 6 31 divided by 30. ഓക്കെ അല്ലേ? അടുത്തത് 1/2 plus 3/2. അവിടെ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യണ്ട. ഇവിടെ നമുക്ക് അതിലും ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ നോക്കിയേ 1/2 ഇവിടെ താഴെയുള്ള നമ്പർ 2 അല്ലേ, 3/2 ഇവിടെയും താഴെയുള്ള നമ്പർ 2 അല്ലേ. നോക്കിയേ ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഈ രണ്ട് ഫ്രാക്ഷന്റെയും താഴെയുള്ള നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിനോമിനേറ്റർ. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്. ഇനി മോളുള്ള നമ്പറിനെ പറയുന്നതാണ് ന്യൂമറേറ്റർ. ഇവിടെ നോക്കിക്കട ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടെയും ഡിനോമിനേറ്റർ 2 ആണ്, സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പൊ നമ്മുടെ ആൻസറിന്റെ ഡിനോമിനേറ്ററും 2 ആയിരിക്കും. ആൻസറിന്റെ ഡിനോമിനേറ്ററും 2 ആയിരിക്കും. ഇനി മോളിൽ വരുന്ന എന്തായിരിക്കും? ഇവിടെ മോളിൽ എന്ത് വരും? മോളിലുള്ള നമ്പറിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. മോളുള്ള നമ്പറിനെ ന്യൂമറേറ്റർ എന്ന് പറയും. ഈ ന്യൂമറേറ്റർ എന്ത് വരും എന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് നമ്പറിനെ അങ്ങ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ 1 ഇവിടെ 3 അല്ലേ, അപ്പൊ നമ്മളിവിടെ ഡയറക്റ്റ് ആഡ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിന്റെ ആവശ്യമില്ല. ഈക്വൽ ടു 1 plus 3 4/2. 4/2 എത്രയാണ്? 4 divided by 2 equal to 2. ഓക്കെ അല്ലേ? ഇവിടെ രണ്ട് ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വേണ്ട. അടുത്ത നോക്കിയേ 7/5 plus 2/5. ഇവിടെ ഡിനോമിനേറ്റർ 5 ആണ്, ഇവിടെയും ഡിനോമിനേറ്റർ 5 ആണ്, സെയിം നമ്പർ ആണ്. അപ്പൊ നമ്മുടെ ആൻസറിന്റെ ഡിനോമിനേറ്ററും 5 ആയിരിക്കും. ഇനി ന്യൂമറേറ്റർ മോളിൽ എന്ത് വരും? ഈ 7ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ മതി. 7 plus 2 ചെയ്താൽ മതി. ഈക്വൽ ടു 7 plus 2 എത്രയാണ്? 9 ആണ്. 9/5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്തത് 8/3 plus 1/3. ഇവിടെ ഡിനോമിനേറ്റർ 3 അല്ലേ, ഇവിടെയും ഡിനോമിനേറ്റർ 3 ആണ്. അപ്പൊ നമ്മുടെ ആൻസറിന്റെ ഡിനോമിനേറ്ററും 3 വരും. ഇനി എന്ത് ചെയ്യുക? ഈ രണ്ട് നമ്പറിനെ തമ്മിൽ അങ്ങ് ആഡ് ചെയ്ത് എഴുതുക. 8 plus 1 9/3 എന്ന് വരും. 9/3 എത്രയാണ്? 9/3 എന്ന് പറഞ്ഞാല് 3 അല്ലേ. 9 divided by 3 ചെയ്യുമ്പോൾ 3 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുള്ള സിമ്പിൾ ആണ് നമ്മുടെ അഡീഷൻ.